കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായൊരു ദേശം കാണും എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, പ്രവാസത്തിലിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് യെശയ്യാവ് പ്രവാചകൻ പറയുന്ന ഒരു കാര്യമാണ് ഇത്. നിൻ്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ കൂടെ കാണും. അതേപോലെ തന്നെ അവിടെ കാണുന്ന വിശാലമായൊരു ദേശം കാണുന്നു. ഈ പ്രവാസത്തിലിരുന്ന മക്കൾ അവിടെ ഒരിക്കലും സന്തോഷത്തോടെ ഇരുന്നില്ല. അവിടെ അവർക്ക് അടിമത്തവും കഷ്ടപ്പാടുകളുമായിരുന്നു. അതേപോലെ തന്നെ ഈ ഭൂമിയിൽ പാർക്കുന്ന നമുക്കും പലപ്പോഴും പല കഷ്ടപ്പാടുകളും പല കണ്ണുനീരുകളും വേദനകളുമാണ്. പക്ഷേ ഇവിടെ ആ പ്രവാസത്തിൽ എന്ന് പറഞ്ഞാൽ കഷ്ടതയിൽ ഇരിക്കുന്ന ജനങ്ങളോട് പ്രവാചകൻ പറയുന്നത് ഇന്ന് നമ്മോടും പറയുകയാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണ് രാജാവിനെ കാണാം. ഏത് രാജാവിനെ എന്ന് പറഞ്ഞാൽ രാജാതിരാജാവായ യേശുവിനെ കാണാൻ പറ്റും, അവൻ്റെ സൗന്ദര്യത്തോടുകൂടെ തന്നെ എന്ന്. അവനെങ്ങനെ ഇരിക്കുന്നോ അതേപോലെ തന്നെ ഉള്ളതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ വിശാലമായൊരു ദേശം കാണുമെന്ന് നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സ്വർഗീയ ഭവനമുണ്ട്. അത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ലോകത്തെ പാടുകൾ ആ ഒരു പ്രവാസ ജീവിതം, ഈ മരുഭൂമി യാത്ര കഴിയുമ്പോൾ നമുക്ക് വച്ചിരിക്കുന്ന വലിയൊരു ഭാഗ്യത്തെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത്. ആയതുകൊണ്ട് ഈ ലോക കഷ്ടതകളെക്കുറിച്ചോ കണ്ണുനീരുകളെക്കുറിച്ചോ വ്യാകുലപ്പെട്ട് മനസ്സ് നൊന്തു പോകാതെ കർത്താവിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായി ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ നിൻ്റെ മക്കളെയും നിൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവേ, ഈ മരുഭൂമി യാത്ര അതികഷ്ടമുള്ളതാണ്. പക്ഷേ ഇത് കഴിയുമ്പോൾ നിന്നെ ആശ്രയിച്ച് നിന്നിൽ തന്നെ ഉറച്ചിരിക്കുന്ന മക്കൾക്ക് നിൻ്റെ സൗന്ദര്യത്തോടുകൂടെ തന്നെ നിന്നെ കാണുവാൻ സാധിക്കുമെന്നും അതുമല്ല ഒരു വിശാലമായ ഒരു ദേശത്തെ കാണുവാൻ സാധിക്കുമെന്ന് കർത്താവ് നിൻ്റെ വചനം പറയുമ്പോൾ യോബ് പറഞ്ഞതുപോലെ അന്യ കണ്ണുകളാലല്ല, നമ്മുടെ സ്വന്തം കണ്ണുകളാൽ തന്നെ നമ്മൾ കാണുമെന്നുള്ള വിശ്വാസത്തോട് ഓരോ ദിവസവും മുമ്പോട്ട് പോകുവാൻ നിൻ്റെ മക്കൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.